നമസ്കാരം റിയൽ ന്യൂസ്. കിനാലൂർ പൂവമ്പായി ഹയർ സെക്കൻഡറി സ്കൂൾ 1980-81 ബാച്ച് ഷഷ്ടി സൗഹൃദം 2026 സംഘടിപ്പിച്ചു. നന്മണ്ട ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അബ്ദുള്ള നന്മണ്ട ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ TP മെഹറൂഫ് രാജ് മുഖ്യാതിഥിയായി. കിനാലൂർ പൂവമ്പായി AMHS 1980-81 ബാച്ച് വിദ്യാർത്ഥികളാണ് ഷഷ്ടി സൗഹൃദം 2026 എന്ന പേരിൽ വീണ്ടും ഒത്തുകൂടിയത്. സഹപാഠികളുടെ 60ാം ജന്മവാർഷിക ആഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി. നന്മണ്ട റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അബ്ദുള്ള നന്മണ്ട ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് യാത്രകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രയൊന്നും തന്നെ നിങ്ങളുടെ മനസ്സിലില്ല. നിങ്ങളുടെ മനസ്സ് ആ പഴയ പത്താന്തരത്തിൽ പരസ്പരം സംസാരിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും രാഗവും ദേഷ്യവും കലർത്തി പെരുമാറിയതുമൊക്കെയാണ്. ഞാൻ മറന്ന വാക്കുകളും പറഞ്ഞുപോയ വാക്കുകളുമൊക്കെ ഓർക്കുക. അങ്ങനെ എല്ലാം മറന്ന്, നിങ്ങളുടെ പദവി മറന്ന്, പ്രായം മറന്ന്, സ്ഥിതി മറന്ന്, ആരോഗ്യം മറന്ന് നിങ്ങൾ സന്തോഷിക്കുക, ചിരിക്കുക, പൊട്ടി ചിരിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ അംഗമായ മോഹനൻ കുറുമ്പയിൽ രചിച്ച സാമൂഹ്യ പാഠം കവിതാ സമാഹാരം പ്രകാശനവും മുഖ്യപ്രഭാഷണവും പ്രശസ്ത ഗായകൻ കൂടിയായ ഡോക്ടർ TP മെഹറൂഫ് രാജ് നിർവഹിച്ചു. തലച്ചോറുള്ള പണികൾക്കാണ് കൂടുതൽ താല്പര്യം. ശാരീരികമായുള്ള അധ്വാനങ്ങളോട് മലയാളി പുറംതിരിഞ്ഞിരിക്കുകയും തലച്ചോറ് കൊണ്ട് അവരുടെ കീശയിലെ പണം എൻ്റെ കീശയിൽ എത്തിക്കാനുള്ള വഴികൾ തിരയുന്ന ആളാണ് അഭിനവ മലയാളി. അധ്വാനത്തോട് ശാരീരികമായ അധ്വാനത്തോട് മലയാളിക്ക് അപ്രിയമാണ്. അത് ഗാന്ധിജി പറഞ്ഞാണ്, നിങ്ങൾ ജോലിയെ തലച്ചോറുകൊണ്ട് ചെയ്യുന്നതെന്നും ശരീരം കൊണ്ട് ചെയ്യുന്നതെന്നും വിഭജിച്ചുകൊണ്ട് നിങ്ങൾ ഈ ശാരീരിക അധ്വാനത്തോട് നിങ്ങൾ എതിർപ്പ് ഒരു ബഹുമാനക്കുറവ് കാണിച്ചോ, അന്ന് തുടങ്ങി നിങ്ങളുടെ നാശം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. സൗഹൃദം 81 ജനറൽ കൺവീനർ KK സുരേഷ് ഏറ്റുവാങ്ങി. ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ KP അനിൽകുമാർ പുസ്തക പരിചയം നടത്തി. അടിച്ചുപൊളി അല്ലേ, പൊളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നല്ലതെന്നുള്ള അർത്ഥത്തിലേക്ക് മാറുകയാണ്. ചരിത്രം ഇങ്ങനെ പദങ്ങളുടെ അർത്ഥങ്ങൾക്ക് മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തൂക്കി അല്ലേ, അയാൾ തൂക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കേട്ട അർത്ഥങ്ങളൊന്ന്. അപ്പോൾ ഈ പദങ്ങൾ രൂപപ്പെടുത്തുന്നതാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത്. അർത്ഥകോശങ്ങളിൽ കാലം സർപ്പമാണ്. ആ കാലസർപ്പത്തിൻ്റെ മുട്ട വിരിഞ്ഞെത്തുന്നല്ല. മുട്ട വിരിയണമെങ്കിൽ അതിന് സമയമൊക്കെ വേണം. ആ സമയത്തിലേക്കൊന്നും നിൽക്കുന്നില്ല. ഇഴഞ്ഞെത്തുന്ന വാക്കുകൾ ദന്തദംശത്താൽ വിരചിക്കുകയാണെൻ്റെ അന്തരംഗത്തിൽ വിഷവസന്തങ്ങളെ എന്നാണ്. വസന്തവും വിഷവും കൂട്ടിച്ചേർത്ത് വിഷവസന്തം. തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ എഴുതാൻ തനിക്ക് വാക്കുകൾ വരുന്നത് ഇങ്ങനെയാണ് എന്ന് കവി സൂചിപ്പിക്കുക. ഇതാണ് വാക്കുകളുടെ പ്രത്യേകത. ചടങ്ങിൽ സൗഹൃദം 81 ചെയർമാൻ CV രാജീവൻ അധ്യക്ഷത വഹിച്ചു. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗായകനുമായ PG ദേവാനന്ദ്, CV രാജീവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് മുഖ്യ രക്ഷാധികാരി BP മുഹമ്മദ് അഷ്റഫ് ഉപഹാരങ്ങൾ കൈമാറി ആദരിച്ചു. മോഹൻ കുറുമ്പയിൽ നന്ദി പറഞ്ഞു. PG ദേവാനന്ദ് ഗാനാലാപനം നടത്തി. വിഷ്ണുമായ ടീമിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. മനോരഞ്ജൻ ആർട്സ് പട്ടോളി ബസാർ വഞ്ചി വിൽക്കലാമേള അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാവിരുന്നും കരോക്കെ ഗാനമേളയും അരങ്ങേറി. കണിക്കുന്ന പൂത്തപ്പൂ സ്വപ്നമനോഹരി നീ വന്നു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.